അപ്പോൾ നമ്മൾ അടുത്തത് സ്ലിപ്പ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസ് എന്താണ്? ദർ ഇസ് നോ നീഡ് ഫോർ കീപ്പിംഗ് സബ്സിഡിയറി ബുക്സ്. വേറെ സബ്സിഡിയറി ബുക്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. പിന്നെ എന്താണ്, ബാങ്ക് സ്റ്റാഫിൻ്റെ എണ്ണം കുറക്കാൻ പറ്റും. പിന്നെ ഫ്രോഡും എററൊക്കെ കുറക്കാൻ പറ്റും. കാരണം എന്താണ്, ബുക്കിൻ്റെ എണ്ണം കുറയല്ലേ എഴുതി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് എറേഴ്സൊക്കെ കുറക്കാൻ പറ്റും. പിന്നെ എന്താണ്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് സാധ്യമാവും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വർക്കൊക്കെ നല്ല എഫിഷ്യൻ്റായിട്ട് നടത്താൻ സാധിക്കും. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, ചെറിയ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കി പറ്റുന്നതാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് അതിൽ. എന്താണ്, ഈ സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡെസ്ട്രോയ് ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ഈ സ്ലിപ്പൊക്കെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് മറ്റേ എടുത്തു വെക്കലൊക്കെ എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. പിന്നെ എന്താണ്, ലേബറും മണിയൊക്കെ വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് സ്ലിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ. എന്താണെന്ന് വെച്ചാൽ ഓരോ ബാങ്കിലും ഓരോ ദിവസത്തെ സ്ലിപ്പും കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നോക്കി എടുത്തു വെക്കേണ്ടതായുള്ള കുറേ ഇടങ്ങേറുണ്ട് എന്നാണ് പറയുന്നത്. ശരിയല്ലേ, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫൈനൽ അക്കൗണ്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് ഇപ്പോഴാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 29, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നിങ്ങൾ ഇനി PG കഴിഞ്ഞ് നെറ്റ് എഴുതുമ്പോഴും എപ്പോഴും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. ഈ അക്കോർഡിംഗ് ടു 29 ബാങ്കിങ് ആക്റ്റിൽ എന്താണ്, ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം. പിന്നെ ബാലൻസ് ഷീറ്റും നമ്മൾ മറ്റേതിൽ പഠിച്ച അതേമാതിരി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെന്താണ്, ബാലൻസ് ഷീറ്റും. അപ്പോൾ നമ്മൾ ഇത് പഠിച്ച പോലെ അല്ല കേട്ടോ, വളരെ ഈസിയാണ്. നമ്മൾ മറ്റേ ഇൻഷുറൻസ് കമ്പനീൻ്റെ പഠിച്ചതുപോലെയല്ല, ഭയങ്കര ഒന്നുകൂടെ സിമ്പിളാണ് ഇത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും ഷെഡ്യൂളും തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂൾ 13 മുതൽ എത്രയാണ്, ഷെഡ്യൂൾ 16 വരെയാണുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് എന്ത് മനസ്സിലാവും നമുക്ക്, ഇത്രയാണ് ഇതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് 4 എണ്ണം. ഓക്കെ ആണല്ലോ. ഈ 4 എണ്ണം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം, എല്ലാവരും നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഓഫ് ഡാഷ് ബാങ്ക് എന്നിട്ടാണ് നമുക്ക് ഫോർ ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇടണം. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടല്ലേ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഇങ്കാണ്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് എഴുതിയെടുത്താൽ മതി. ഇത് പാർട്ടിക്കുലേഴ്സ് കോളാണ്. ഇതെന്താണ്, ഷെഡ്യൂൾ ഏതാണെന്നുള്ളത്. ഇത് 2 എമൗണ്ട് കോളം. ഓക്കെ, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും എഴുതാമെന്നാണ് പറയുക. പക്ഷേ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതിൽ എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻകം എന്നുള്ള ബേസിലും നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഉണ്ടാവല്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇൻകം എക്സ്പെൻഡിച്ചറാണ് ഉണ്ടാവില്ലെന്ന്. ശരിയാണല്ലോ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം എന്തൊക്കെയാണ്, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ്. ഓക്കെ ആണല്ലോ. അത് ഷെഡ്യൂൾ 13 ഓക്കെ. പിന്നെന്താണ്, അതർ ഇൻകം. ഈ 2 ടൈപ്പിലുള്ള ഇൻകമാണ്
ഇതിലുള്ളത്, അത് ഷെഡ്യൂൾ 14. അപ്പോൾ ഇൻകം എന്നുള്ള ഹെഡിൽ എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഏൺഡ്. ഇപ്പം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമുക്കറിയാം എന്താണ്? പലിശ കിട്ടിയതായിരിക്കും, പലിശ ആയിട്ട് നമ്മൾ കിട്ടിയ പൈസ ആയിരിക്കും. അതാണ് എന്ത്? ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഏൺഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഇൻകം എന്നുള്ള പാർട്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഉണ്ടോ? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എക്സ്പെൻഡിച്ചർ പാർട്ടാണ്. അപ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ പാർട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം, ശരിയാണല്ലോ. അപ്പോൾ രണ്ടാമത്തേതായിട്ട് എന്താണ്? എക്സ്പെൻഡിച്ചർ പാർട്ടാണ്. ഈ എക്സ്പെൻഡിച്ചർ പാർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻട്രസ്റ്റ് ഏൺഡ് ചെയ്ത പോലെ തന്നെ എന്താണ്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ബാങ്കിന്, ശരിയാണല്ലോ. അതെങ്ങനെ എപ്പോഴൊക്കെ ആയിരുന്നു? നമ്മളിപ്പോൾ ഒരു ഫിക്സ്ഡ് അസറ്റൊക്കെ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിൻ്റെ ഡെപ്പോസിറ്റിന് എന്ത് ചെയ്യണം? പൈസ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുമല്ലോ ബാങ്ക്. അതെന്താണ്? അവരുടെ എക്സ്പെൻസസ് ആണ്. ഓക്കെ. ഇനി അടുത്ത എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാനുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉള്ളത്. അപ്പോൾ ഓരോ ബാങ്കിലും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഡെയിലി എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഷെഡ്യൂൾ 16 എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പിന്നെന്താണ്? പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് എനി, അപ്പോൾ അതും എന്ത് ചെയ്യുക? ഈ ഇതിലാണ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ടോട്ടൽ കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെയും ടോട്ടൽ കാണും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അടുത്ത മേഖലയ്ക്ക് പോകുന്നത്. അതെന്താണ്? ഇപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നുള്ള സംഭവം ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇൻകം കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. ഈ രണ്ടെണ്ണം ഇതിൽ നിന്ന് കുറച്ചിട്ടാണ് കേട്ടോ. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫോർ ദ ഇയർ, അന്നേ ദിവസത്തേക്കുള്ള പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ബോട്ട് ഫോർവേഡ് ചെയ്യാം. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ബ്രോഡ് ഡൗൺ ചെയ്യുക. അതും ഈ എമൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ട ആവശ്യമുള്ളത്. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ മറ്റുള്ള പോലെ തന്നെ ഇതിൽ അപ്രോപ്രിയേഷൻ ചെയ്യുക. അപ്രോപ്രിയേഷൻ ഏതിനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം പ്രോഫിറ്റിനെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യാറുള്ളത്, ശരിയല്ലേ? അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വീതിച്ച് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ മറ്റേ പ്രോഫിറ്റുള്ള ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി അടുത്തൊരു പോർഷൻ എന്താണ്? അപ്രോപ്രിയേഷനാണ്. അപ്രോപ്രിയേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ നമുക്ക്. ഈ പ്രോഫിറ്റിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എവിടേക്കൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ്? ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. അപ്പോൾ ബാങ്കിന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് റിസർവ്സും ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഈ പ്രോഫിറ്റിൽ ഒരു ഫണ്ട്, ഒരു ഭാഗം എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ്, വേറെ എന്തെങ്കിലും റിസർവ്സ് വേറെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിലേക്ക് മാറ്റുക. അതൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. ഇതൊക്കെ എത്രയാണ്, എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളത് എന്തൊക്കെ തരും? നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ. അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. പിന്നെ എന്താണ്? ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അപ്പോൾ ഇനി ഈ ബാങ്ക് എന്താണ്? ആൾക്കാർക്ക് ഡിവിഡൻഡ് കൊടുക്കും. നമുക്കറിയാം എല്ലാ ബാങ്കിനും എന്തുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാ ബാങ്കും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ബാങ്കിൻ്റെ ഇതിലൊക്കെ സ്റ്റോക്കിലൊക്കെ ഇതിട്ടുണ്ടാവും, ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, വർഷാവർഷം പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ബാങ്കുകൾ ഡിവിഡൻറ്റ് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റിൽ നിന്നല്ലേ നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന്, ഇതുണ്ടല്ലേ, ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും സംഭവങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ കൊടുത്തു, പിന്നെ അതർ റിസർവ്സിൽ കൊടുത്തു, പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ബാക്കി ഏറ്റവും അവസാനം വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ, ഈസിയാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 13 മുതൽ 16 വരെയാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക കേട്ടോ.